ഡൽഹിയിൽ നമ്മുടെ സ്റ്റുഡിയോയിലുള്ള ജോസഫ് ആന്റണി സാറിലേക്ക് പോകുന്നു. സർ, 2 മിനിറ്റ് മാത്രം ബാക്കി. ചരിത്രം 2025 എങ്ങനെ അടയാളപ്പെടുത്തും? ചരിത്രം ഡൊണാൾഡ് ട്രംപിനെ എങ്ങനെ അടയാളപ്പെടുത്തും? ചരിത്രം 2025 ലോകക്രമത്തെ എങ്ങനെ അടയാളപ്പെടുത്തും? 1988 രാജീവ് ഗാന്ധിയുമായിട്ടുള്ള സമ്മേളനത്തിൽ ഡെങ് സിയാപിങ്, ചൈനയുടെ സമുന്നത നേതാവായിരുന്ന ഡെങ് സിയാപിങ് പറഞ്ഞൊരു കാര്യം, ഇനി വരാൻ പോകുന്ന നൂറ്റാണ്ട് ഏഷ്യൻ നൂറ്റാണ്ട് എന്നറിയപ്പെടും എന്നാണ്. ആ ഏഷ്യൻ നൂറ്റാണ്ട് എന്നറിയപ്പെടണമെങ്കിൽ ഇന്ത്യയും ചൈനയും സഹകരിച്ച് പ്രവർത്തിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം ഷീ ജിൻപിങ് അധികാരത്തിൽ വന്നപ്പോൾ മൻമോഹൻ സിംഗുമായിട്ടുള്ള മീറ്റിങ്ങിലും അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഷീ ജിൻപിങ്ങുമായുള്ള സമ്മേളനത്തിലും എല്ലാം അവർ ആവർത്തിച്ച് പറഞ്ഞത്, നമുക്ക് ഒരുമിച്ച് നിന്നാൽ നമ്മുടെ ശബ്ദം ലോകം ശ്രദ്ധിക്കും, നമുക്ക് ഇത് ഏഷ്യൻ സെഞ്ചുറിയാക്കി മാറ്റാം എന്നുള്ളതാണ്. ആ ഏഷ്യൻ സെഞ്ചുറിയാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു സുവർണ അവസരം ട്രംപ് സൃഷ്ടിച്ചിരിക്കുകയാണ്. ആ ട്രംപ് സൃഷ്ടിച്ചിരിക്കുന്ന ആ സാഹചര്യം, ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാഹചര്യം യാഥാർത്ഥ്യബോധത്തോടുകൂടി ഇന്ത്യയും ചൈനയും ഫലപ്രദം ജപ്പാനും കൂടി ചേർന്നുകൊണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 21ാം നൂറ്റാണ്ട് ഏഷ്യയുടെ നൂറ്റാണ്ടായിട്ട് മാറും. ഇപ്പോൾ തന്നെ നമുക്കറിയാം $28 ട്രില്യൺ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ ശക്തിയെങ്കിൽ ചൈനയും ഇന്ത്യയും ജപ്പാനും കൂടി ചേരുമ്പോൾ ഏതാണ്ട് 26-27 ട്രില്യൺ സാമ്പത്തിക ശക്തിയായിട്ട് മാറും. ഈ 3 രാജ്യങ്ങൾ മാത്രം ചേർന്നാൽ പോലും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ കഴിയും. എന്നാൽ നമ്മൾ യാഥാർത്ഥ്യബോധത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കണം, ജപ്പാൻ അങ്ങനെ പെട്ടെന്ന് അമേരിക്കയെ വിട്ട് വരുന്ന രാജ്യമല്ല. എന്നാൽ ഇന്ത്യയും ചൈനയും സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഈ പറഞ്ഞ തരത്തിൽ ഈ ഏഷ്യൻ സെഞ്ചുറി, നമുക്കറിയാം മൂന്നാമത്തെയും നാലാമത്തെയും സാമ്പത്തിക ശക്തിയാണ് ജപ്പാൻ, രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയാണ് ചൈന. അപ്പോൾ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയും മൂന്നാമത്തെയും നാലാമത്തെയും സാമ്പത്തിക ശക്തിയായിട്ടുള്ള ഈ 3 രാജ്യങ്ങൾക്കും കൂടി വളരെ ഫലപ്രദമായി ചിന്തിച്ചാൽ വാസ്തവത്തിൽ ഏഷ്യയുടെ സെഞ്ചുറിയാക്കി ഈ 21ാം നൂറ്റാണ്ടിനെ മാറ്റാൻ കഴിയും. അവിടെ വേണ്ടത് ഈ ലോകത്തെ കീഴടക്കാൻ ആഗ്രഹിക്കുന്ന എന്ന് പറയുന്ന ഒരു ആരോപണം ചൈനയുടെ മുമ്പിലുണ്ട്. എന്നാൽ ലോകത്തിലെ വലിയ ശക്തിയായി ലോകത്തെ മുഴുവൻ കീഴടക്കാനുള്ള ആഗ്രഹത്തോടെ നിൽക്കുന്ന ചൈന അത്തരമൊരാഗ്രഹമുണ്ടെങ്കിൽ അതിനെ മാറ്റിവെച്ചുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യവുമായി 1962 മുമ്പ് ഉണ്ടായിരുന്ന തരത്തിലുള്ള 3,000-4,000 വർഷത്തേക്ക് ചരിത്രം, യുദ്ധമില്ലാത്ത ചരിത്രമായിരുന്നു. ആ ഒരു രീതിയിൽ ഇന്ത്യയും ചൈനയുമായി സഹകരിക്കാൻ യാഥാർത്ഥ്യബോധത്തോടുകൂടി ലോകത്തിനെ കീഴടക്കുക എന്ന് പറയുന്ന ആഗ്രഹമില്ലാതെ സഹകരിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും 21ാം നൂറ്റാണ്ട് ഇന്ത്യയുടെയും ചൈനയുടെയും നൂറ്റാണ്ടായിട്ട് മാറും. കാരണം ഇന്ത്യയും ചൈനയും പരസ്പര പൂരകങ്ങളായിട്ടുള്ള 2 രാജ്യങ്ങളാണ്. അവർ പരസ്പരം വിചാരിച്ചാൽ, നമ്മൾ ഇവിടെ പറയുന്ന പോലെ ഇന്ത്യയും ചൈനയും ഒന്നിച്ചാൽ ലോകം ആ ശബ്ദം ശ്രദ്ധിക്കുക തന്നെ ചെയ്യും.